പലപ്പോഴും വാഹനത്തിന്റെ നിയന്ത്രണത്തെക്കാളും ഡ്രൈവറുടെ നിയന്ത്രണമാണ് നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കി സമചിത്തതയോടെ വണ്ടി ഓടിക്കണം. നല്ല കണ്ടീഷൻ വണ്ടിയായിരിക്കും, പക്ഷെ യാതൊരു കണ്ടീഷനും ഇല്ലാത്ത ഡ്രൈവറാണെങ്കിൽ ആ വണ്ടി തീർച്ചയായിട്ടും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത്, വാഹനത്തിന്റെ ബ്രേക്ക് ശരിയായി ഉപയോഗിക്കാൻ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് വാഹനത്തിന്റെ ബ്രേക്ക് ശരിയായി ഉപയോഗിക്കാൻ, വാഹനത്തിന്റെ ബ്രേക്ക് എല്ലാവരും ഉപയോഗിക്കല്ലേ? അങ്ങനെയല്ല. ബ്രേക്ക് എന്ന് പറയുന്ന ഡിവൈസ് എന്തിനുള്ളതാ പറയാവോ? നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണെങ്കിലും അതിന്റെ ഗിയർ ഫസ്റ്റിലാക്കി ആക്സിലേറ്റർ കൊടുത്താലല്ലേ നമ്മളെ വണ്ടി നീങ്ങത്തോളൂ. അതിനു മുമ്പ് ബാക്കിൽ കിടന്നങ്ങ് എന്ന് പറഞ്ഞങ്ങ് ഹോണടി തുടങ്ങും. കാരണം വെച്ചാൽ നമ്മളെ ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന കൂടുതൽ ആൾക്കാർക്കും ഇത്തരം ബോധവും പകതിരിവും ഒന്നും ഇല്ലാത്തവരാ. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കം വരും. ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് ഡ്രൈവർമാരുടെ ഉറക്കം മൂലമാണെന്ന് സർവേയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഉറക്കം വരുമ്പം ചില ആളുകൾ പറയും, വണ്ടി നിർത്ത്, ഞാൻ ഒരു കാപ്പി കുടിക്കട്ടെ. എന്തിനാ? എനിക്ക് ഉറക്കം വരുന്നു. ഈ കാപ്പി കുടി വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ അയാളെ ഉറക്കത്തെ മാറ്റത്തുള്ളൂ. ചില പറയും, നീ ഒരു കാര്യം ചെയ്യണേ, മുഖം കഴുകിയ ഒരു കാപ്പി കുടിച്ചിട്ട് പോവാ, അതും കുറച്ച് സമയത്തേക്ക് മാത്രമേ നിർത്തത്തുള്ളൂ. നേരെ മറിച്ച് ഉറക്കത്തിന് പരിഹാരം ഒന്ന് മാത്രം. എന്താണത്? ആ സിഗ്നൽ കിട്ടാനൊരു സമയം എടുക്കും, എന്നിട്ട് നമ്മൾ ആക്ട് ചെയ്യാനൊരു സമയം എടുക്കും. എല്ലാം കൂടെ എന്തായാലും 2 സെക്കൻഡ് എടുക്കും. എന്നാൽ മാത്രമേ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 1 സെക്കൻഡ് എടുക്കുമെന്ന് വെച്ചോ, അപ്പൊ ആ 1 സെക്കൻഡ് കൊണ്ട് 22 മീറ്റർ കഴിഞ്ഞു. പിന്നെ ബ്രേക്ക് കൊടുത്താൽ അത് സഡനായിട്ട് നിൽക്കുമോ? ഇല്ല. അത് ചിലപ്പോൾ 1 or 2 സെക്കൻഡെങ്കിലും എടുക്കത്തില്ലയോ മിനിമം. അങ്ങനെ ആയി പോലും 60-70 മീറ്റർ വണ്ടി സഞ്ചരിച്ചിരിക്കും. ലക്ഷ്യസ്ഥാനം മാത്രം നോക്കി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരാണ് വാഹന അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരു വിഭാഗം ആൾക്കാര്. അവര് മനസ്സിലാക്കുക, ഇതിന് സ്കാൻ ആൻഡ് പ്ലാൻ എന്നൊരു മെത്തേഡ് ഉപയോഗിക്കണം. ആ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡന്റ് വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. എന്താണ് ആ മെത്തേഡ്? നമ്മൾ സാധാരണയായിട്ട് വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നു, എന്നിട്ട് എവിടാണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അങ്ങ് പോയ, നമ്മൾ പരിസരങ്ങൾ അറിയുന്നില്ല, നമ്മൾ മുൻപിൽ പോകുന്ന വാഹനങ്ങൾ അറിയുന്നില്ല, മുൻപേ നമുക്ക് എതിർഭാഗത്ത് വരുന്ന വാഹനങ്ങളെ പറ്റി അറിയുന്നില്ല, പുറകു ഭാഗത്ത് വരുന്ന വാഹനങ്ങളെ പറ്റി അറിയുന്നില്ല, വശങ്ങളിൽ എന്താണ് എന്ന് അറിയുന്നില്ല, നമ്മൾ അതൊന്നും സ്കാൻ ചെയ്യുന്നില്ല. പിന്നെന്തുവാ? നമ്മൾ നേരെ ലക്ഷ്യത്തിലേക്ക് അങ്ങ് പോവുക. ഇതാണ് പ്രധാനമായിട്ടും എല്ലാത്തരം അപകടങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണമായി വർത്തിക്കുന്നത്. ഇതിനെ മറികടക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് എല്ലാ ഡ്രൈവർമാരും അവരുടെ ബന്ധുക്കളും ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നത് നമ്മുടെ ജീവനെ അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് സ്വയം രക്ഷ നേടാൻ ഈ വീഡിയോ പ്രയോജനപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഒന്നാമതായിട്ട് വേണ്ടത്, ഡ്രൈവർ വണ്ടി ഓടിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെന്താണ്? ആദ്യമായി ഡ്രൈവ് ചെയ്യുകയല്ല, മറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത്. ആ ചിന്ത എന്തായിരിക്കണം? ഞാൻ നല്ല രീതിയിൽ വണ്ടി ഓടിക്കും, പക്ഷെ എന്റെ എതിര് വരുന്ന വാഹനങ്ങളും എന്റെ പുറകെ വരുന്ന വാഹനങ്ങളും ഒന്നും നല്ല ഡ്രൈവർമാരല്ല ഓടിക്കുന്നത്. അവരുടെ എല്ലാം ഡ്രൈവിംഗ് വളരെ വളരെ മോശമാണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. വലിയ ദൂരങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ചെറിയ ദൂരങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴോ അന്നേരവും ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു അപകടം ഉണ്ടാവാൻ ഏതാനും സെക്കൻഡുകൾ മാത്രം മതിയാകും. അത് എങ്ങനെയാണെന്ന് ശാസ്ത്രീയമായ കണക്കുകളിലൂടെ നമ്മൾ ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് തീർച്ചയായും വളരെ അധികം ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോഴ് യാത്രയ്ക്ക് മുമ്പ് വണ്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലോങ് ട്രിപ്പ് ആണെങ്കിൽ വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിങ്, അതിന്റെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ടയർ മൊട്ട ടയർ ആവാൻ പാടില്ല. മൊട്ട ടയർ ആയാലുള്ള കുഴപ്പം എന്താ? മൊട്ട ടയർ ആയാൽ യാതൊരു ഗ്രിപ്പും കിട്ടത്തില്ല, റോഡിൽ തെന്നി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ എവിടെ ചെന്ന് ബ്രേക്ക് പിടിച്ചാലും ചില വണ്ടി മൊത്തത്തോടെ തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഇന്ധനം ഉണ്ടോ എന്ന് നോക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇന്ധനം കിട്ടാതെ വരും, അപ്പൊ വാഹനം ഓടിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേരും. എല്ലാത്തരം ലൈറ്റുകളും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് ഉണ്ടോ, സിഗ്നൽ ലാമ്പ് ഉണ്ടോ, ഇൻഡിക്കേറ്റർ ബൾബുകളുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ചെക്ക് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ബ്രേക്ക് പെഡല് 2-3 തവണ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത ശേഷം നമ്മളത് ഹോൾഡ് ചെയ്ത് നോക്കുക. ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ വീണ്ടും അത് താഴേക്ക് പോകുന്നെങ്കിൽ, എന്നിട്ട് വീണ്ടും നമ്മൾ പ്രസ് ചെയ്ത് പമ്പ് ചെയ്യുമ്പോൾ അത് മുകളിലേക്ക് കയറുകയാണെങ്കിൽ എവിടെങ്കിലും എയറോ അല്ലെങ്കിൽ ലീക്കോ ഉണ്ടെന്ന് മനസ്സിലാക്കാം.
ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സ്പോഞ്ചി ബ്രേക്ക് പെഡൽ എന്നാണ് പറയുന്നത്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെ തകരാറുള്ള വണ്ടി നമ്മൾ ലോങ് ട്രിപ്പിന് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ഷോർട്ട് ട്രിപ്പിനും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് ചെക്ക് ചെയ്ത് നോക്കണം. സ്റ്റിയറിംഗ് പ്ലേ ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ വാഹനത്തിന്റെ റെക്കോർഡ്സ് എല്ലാം എടുത്തിട്ടുണ്ടോ, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വണ്ടി ഓടിക്കുന്നത് രാത്രിയിലാണെങ്കിൽ രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെ ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഡ്രൈവർ തലേ ദിവസം ശരിയായി ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ഡ്രൈവറും ആലോചിക്കുക. അതുപോലെ തന്നെ കൂടെ യാത്ര ചെയ്യുന്നവരെ അറിയുകയും ചെയ്യുക. കാരണം എന്താ വെച്ചാൽ യൂറോപ്പിലൊക്കെ ഒരു നിയമമുണ്ട്. ഒരു ഡ്രൈവർ 12 മണിക്കൂർ പണിയെടുക്കുമ്പോൾ അതിൽ 9 മണിക്കൂർ മാത്രമേ വാഹനം ഓടിക്കാവൂ. അല്ലാതെ 3 മണിക്കൂർ റെസ്റ്റ് എടുക്കാതെ, ഈ 12 മണിക്കൂറിൽ 3 മണിക്കൂർ ഇടവിട്ട് റെസ്റ്റ് എടുക്കാതെ വാഹനം ഓടിക്കുകയാണെങ്കിൽ അവർക്കൊരു ചെറിയ ഫൈൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 600 യൂറോയോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 60,000 രൂപ. അതങ്ങ് അടച്ചേക്കണം. അപ്പൊ അവര് റെസ്റ്റ് എടുക്കുകയോ ഇല്ലയോ. ഇതുപോലുള്ള നിയമങ്ങൾ നമുക്കും ഇവിടെ തീർച്ചയായിട്ടും ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ ശരിയായ സമയത്തും ശരിയായ രീതിയിലും ഭക്ഷണം കഴിക്കണം. ഇത് വളരെയധികം പ്രധാനമാണ്. കാരണം എങ്കിൽ മാത്രമേ ഡ്രൈവർ ശരിയായിട്ടുള്ള എനർജിയോടുകൂടി വണ്ടിയിൽ ഉറക്കമൊക്കെ വരാതെ ക്ഷീണിക്കാതെ ഇരുന്ന് വണ്ടി ഓടിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഇത് കൂടാതെ വാഹനം ഓടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ടൂൾ കിറ്റ് എടുത്തിട്ടുണ്ടോ, സ്റ്റെപ്പിനി എടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും തകരാറ് വന്നാൽ നമ്മൾ സിഗ്നൽ കാണിക്കുന്നതിനായിട്ട് ഫ്ലൂറസന്റ് കളറുള്ള ട്രയാങ്കുലർ മാർക്ക് എടുത്തിട്ടുണ്ടോ, ഈ ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വേണം നമ്മൾ ട്രിപ്പ് തുടങ്ങേണ്ടത്. ഇനി നമ്മൾ ട്രിപ്പ് ആരംഭിക്കുകയാണ്. ട്രിപ്പ് ആരംഭിക്കുമ്പോൾ വണ്ടി നമ്മുടേതാണോ മറ്റൊരാളുടെ വണ്ടിയാണോ? മറ്റൊരാളുടെ വണ്ടിയാണെങ്കിൽ ആ വണ്ടിയെ നമ്മളൊന്ന് മനസ്സിലാക്കണം നിർബന്ധമായിട്ടും. അല്ലാതെ ആരുടെ വണ്ടിയായാലും ഞാൻ ഭയങ്കര പ്രാക്ടീസ് ഉള്ള ആളാ, ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ച് എനിക്ക് ഒരുപാട് ശീല എന്നൊക്കെ പറഞ്ഞ് വണ്ടി എടുത്തോണ്ട് പോകരുത്. അങ്ങനെയൊക്കെ എടുത്തോണ്ട് പോകുന്നവരായി വഴി കിടന്ന് കൈയും കാലിട്ടടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി നമ്മുടേതല്ലെങ്കിൽ പുതിയ വണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ വണ്ടിയാണെങ്കിൽ അതിന്റെ ഫങ്ഷൻസിനെ പറ്റി, പല വണ്ടിയുടെ ഫങ്ഷൻസ് വ്യത്യാസമായിരിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഒരെണ്ണത്തിന്റെ ഇൻഡിക്കേറ്റർ ഇടത് സൈഡ് ഉണ്ടായിരുന്നെങ്കിൽ വേറൊരു വാഹനത്തിന്റെ ഇൻഡിക്കേറ്റർ ഇടുന്ന വലത് സൈഡ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളെ വണ്ടി കയറി ഇരുന്നോണ്ട് നമ്മളെ വണ്ടി വലത് സൈഡിലാന്ന് പറയാൻ വലത് സൈഡ് ഇടുമ്പോൾ ഇൻഡിക്കേറ്റർ ആയിരിക്കത്തില്ല, വൈപ്പർ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം വണ്ടി എടുക്കാൻ. പിന്നെ കാലാവസ്ഥ അനുസരിച്ച് ലൈറ്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ശക്തമായ മഴയുള്ള സമയത്താണെങ്കിൽ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുക തന്നെ വേണം. പിന്നെ വാഹനം ഓടി തുടങ്ങുന്ന ആദ്യ സമയങ്ങളിൽ നമ്മൾ എന്ത് വേണം, വണ്ടിയുടെ ഒരു കണ്ടീഷൻ നമ്മൾ ശ്രദ്ധാപൂർവം നോക്കേണ്ടതുണ്ട്. പലപ്പോഴും വാഹനത്തിന്റെ നിയന്ത്രണത്തെക്കാളും ഡ്രൈവറുടെ നിയന്ത്രണമാണ് നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കി സമചിത്തതയോടെ വണ്ടി ഓടിക്കണം. നല്ല കണ്ടീഷൻ വണ്ടിയായിരിക്കും, പക്ഷെ യാതൊരു കണ്ടീഷനും ഇല്ലാത്ത ഡ്രൈവറാണെങ്കിൽ ആ വണ്ടി തീർച്ചയായിട്ടും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വണ്ടി ഇച്ചിരി മോശമായാലും ഡ്രൈവർ നല്ല ഡ്രൈവറാണെങ്കിൽ സമചിത്തതയോടുകൂടി കാര്യങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ അതിന് അപകടം ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും കുറവായിരിക്കും. അടുത്തത് വാഹനത്തിന്റെ ബ്രേക്ക് ശരിയായി ഉപയോഗിക്കാൻ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് വാഹനത്തിന്റെ ബ്രേക്ക് ശരിയായി ഉപയോഗിക്കാൻ, വാഹനത്തിന്റെ ബ്രേക്ക് എല്ലാവരും ഉപയോഗിക്കില്ലേ? അങ്ങനെ അല്ല. ബ്രേക്ക് എന്ന് പറയുന്ന ഡിവൈസ് എന്തിനുള്ളതാ പറയാവോ? 99% ആൾക്കാരും പറയും ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വാഹനം നിർത്താനുള്ളതാ. അയാളെന്തോ പ്രത്യേകം ചോദിക്കാൻ? ഇതായിരിക്കും ഉത്തരം. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല ബ്രേക്കിന്റെ ധർമ്മം. ബ്രേക്കിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് എന്നത് വാഹനം മുന്നോട്ട് പോകുമ്പോഴുള്ള ഗതികോർജത്തെ താപോർജ്ജമാക്കി മാറ്റപ്പെടുകയും വാഹനത്തിന്റെ സ്പീഡ് കുറയുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എന്ന് പറയുന്നത് വാഹനത്തിന്റെ ഗതികോർജത്തെ മറ്റൊരു ഊർജ്ജമാക്കി മാറ്റാനുള്ള സംവിധാനമാണ്. അല്ല, ബ്രേക്ക് എന്ന് പറയുന്നത് വാഹനം നിർത്താനുള്ള സംവിധാനമല്ല. അപ്പൊ വളരെയധികം നേരം ബ്രേക്ക് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഉപയോഗിച്ചാൽ ബ്രേക്കിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള ഡിസ്ക്, ബ്രേക്ക് പാഡ്, അതുപോലെ ബ്രേക്ക് ഷൂ, ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതുപോലെ കാസ്റ്റ് അയൺ വെച്ച് നിർമ്മിച്ചിട്ടുള്ള ഇതിന്റെ ഭാഗങ്ങളും എല്ലാം അതങ്ങ് ചുട്ടു പഴുക്കും. എന്താ കാര്യം? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കുറഞ്ഞു വരുന്നത് കൊണ്ട്
ബ്രേക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഒരു സാധനം ചൂടാവുന്നതനുസരിച്ച് അതിന്റെ ഫ്രിക്ഷൻ കുറയും. അപ്പൊ ഈ ചൂടായി വരുമ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ കിട്ടത്തില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവർമാര് ഈ ഇന്ധനം ലാഭിക്കാനായിട്ട്, പെട്രോളും ഡീസലും ഒക്കെ ലാഭിക്കാനായിട്ട് ഇറക്കം വരുമ്പോൾ ന്യൂട്രൽ ഇടും. ന്യൂട്രൽ ഇട്ടിട്ട് അങ്ങ് പോകുന്നിടത്തെല്ലാം ബ്രേക്ക് ചവിട്ടും. ബ്രേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചവിട്ടുമ്പോഴാണ് ഈ ഭാഗങ്ങളെല്ലാം പഴുത്ത് ഇതിന്റെ വണ്ടിയിലുള്ള കൺട്രോൾ നഷ്ടപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ മൂന്നാമത്തെ ഗിയർ ഇട്ട് കയറുന്ന കയറ്റാണെങ്കിൽ ആ കയറ്റം ഇറങ്ങി വരുമ്പോൾ മൂന്നാമത്തെ ഗിയർ ഇട്ട് തന്നെ ഇറങ്ങി വരണം. രണ്ടാമത്തെ ഗിയറിലാണ് കയറി പോകുന്നെങ്കിൽ തിരിച്ചു വരുമ്പോൾ ആ ഇറക്കത്തിൽ രണ്ടാമത്തെ ഗിയർ ഇട്ട് വരണം. അങ്ങനെ ഓരോ ഗിയറും കയറ്റത്തിൽ ഏതാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ ഇറക്കത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ എഞ്ചിന്റെ ഫ്രിക്ഷൻ മൂലം, എഞ്ചിനിൽ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ ഉണ്ട്, ആ ഫ്രിക്ഷൻ മൂലം നമുക്ക് ബ്രേക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരത്തില്ല. അങ്ങനെ വരുമ്പം നമുക്ക് ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം അതിന്റെ പൂർണ്ണമായ ഫലം കിട്ടുകയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ വാഹനത്തിന് ഹോണുണ്ട്. ഈ ഹോൺ എന്തിനാ? ഉപയോഗിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഹോൺ കാര്യമായിട്ട് ഉപയോഗിക്കണം. അതേസമയം നമ്മളിപ്പം വികസിത രാജ്യങ്ങളൊക്കെ ചെന്ന്, ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു യാത്ര പോയപ്പം, യൂറോപ്പിൽ പോയപ്പം, അവിടെ ഒരു ഇറ്റാലിയൻ ഡ്രൈവറാണ് ആ ഡ്രൈവ് ചെയ്തത്. അയാള് 9 ദിവസത്തോളം നമ്മളെ വാഹനത്തിൽ കൊണ്ടു നടന്ന സമയത്ത് ഒരു ദിവസം ഉപയോഗിക്കുന്ന ഒരു ഹോണൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 2 ഹോണായിരിക്കും. നമ്മൾ ഇവിടെ എങ്ങനെയാ വണ്ടി ഇപ്പൊ നമ്മള് ചെന്നൊരു സിഗ്നലിൽ വണ്ടി നിർത്തുമ്പോൾ ഞാൻ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കും. സിഗ്നൽ ഓണായി കണ്ടു, നമ്മൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും സിഗ്നലിലോട്ട്. അപ്പം നമ്മളെ സിഗ്നൽ വന്നു, പോകാനുള്ള സിഗ്നൽ വന്നു. ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണെങ്കിലും അതിന്റെ ഗിയർ ഫസ്റ്റിലാക്കി ആക്സിലേറ്റർ കൊടുത്താലല്ലേ നമ്മളെ വണ്ടി നീങ്ങത്തോളൂ. അതിനു മുമ്പ് ബാക്കിൽ കിടന്നങ്ങ് എന്ന് പറഞ്ഞങ്ങ് ഹോണടി തുടങ്ങും. കാരണം വെച്ചാൽ നമ്മളെ ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന കൂടുതൽ ആൾക്കാർക്കും ഇത്തരം ബോധവും പകതിരിവും ഒന്നും ഇല്ലാത്തവരാ. അതുകൊണ്ടാണ് ഇങ്ങനെ. വേറെ ചിലരുണ്ട്, നമ്മൾ 2 വരി പാതയിൽ കൂടെ നമ്മൾ ഇട സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, പല സൈഡ് മുഴുവൻ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളെ മുമ്പിൽ നമുക്ക് ഗ്യാപ്പ് തന്നെ കുറവായിരിക്കും. അപ്പോൾ തൊട്ട് ബാക്കിലുള്ളവർ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളെ തൊട്ടടുത്ത് 2-3 മീറ്റർ മാത്രം മുമ്പിലോട്ട് അങ്ങനെ ഓടിക്കുന്നത് തന്നെ തെറ്റാ. എങ്കിലും ചിലയിടത്ത് ആയി പോകുമ്പോൾ നമ്മൾ അങ്ങനെ ആയിപ്പോവും. അല്ലെങ്കിൽ ഒരു 3-4 മീറ്റർ അകലേ കാണത്തുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റത്തില്ല. കാരണം ഏതൊരു സൈഡ് വണ്ടി വന്നുകൊണ്ടേയിരിക്കുക. എന്നാലും ബാക്ക് വരുന്നവർ കിടന്ന് അങ്ങ് ഹോണടിക്കും. ഞാൻ അന്നേരം എന്തോ ചെയ്യും? ഗ്ലാസ് കാത്തിട്ട് കയറിപ്പോകാൻ പറയും. ഇങ്ങനെ കാണിക്കും, കയറിപ്പോ എന്ന് പറഞ്ഞ് ചെറുതായിട്ട് നോക്കി കാണിക്കും. അപ്പൊ അവൻ നോക്കുമ്പോ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അന്നേരം കുറച്ചെങ്കിലും വിവരമുള്ളവനാണെങ്കിൽ നിർത്തും. നമ്മളെ നാട്ടിലെ ഡ്രൈവർമാർക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. വിവരം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കൂടുതൽ ഡ്രൈവർമാർക്കും വിവരം കുറവാണ്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ആക്സിഡൻസ് ഇവിടെ ഉണ്ടാകാനുള്ള കാരണം. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വീഡിയോ തുടരാം. അപ്പം ആവശ്യമുള്ളിടത്ത് ഹോൺ അടിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹോൺ അടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചിലരുണ്ട് ഹോൺ അടിക്കുന്നത്, ഹോൺ അടിച്ചോണ്ടങ്ങിരിക്കും. അതുകൊണ്ട് എതിരെ വരുന്ന വാഹനത്തിന്റെ ഹോൺ അവൻ തന്നെ കേൾക്കാൻ സാധ്യതയില്ല. അതും അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ വളവുകളിൽ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യരുത്, കയറ്റങ്ങളിൽ ഓവർടേക്ക് ചെയ്യരുത്, ജംഗ്ഷനുകളിൽ ഓവർടേക്ക് ചെയ്യരുത്, ബ്ലൈൻഡ് കർവ്സിൽ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത്. ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുന്നിൽ ക്ലിയർ വ്യൂ ഉണ്ടെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യുക. ഇനി നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കം വരും. ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് ഡ്രൈവർമാരുടെ ഉറക്കം മൂലമാണെന്ന് സർവേയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഉറക്കം വരുമ്പം ചില ആളുകൾ പറയും, വണ്ടി ഒന്ന് നിർത്ത്, ഞാൻ ഒരു കാപ്പി കുടിക്കട്ടെ. എന്തിനാ? എനിക്ക് ഉറക്കം വരുന്നു. ഈ കാപ്പി കുടി വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ അയാളെ ഉറക്കത്തെ മാറ്റത്തുള്ളൂ. ചില പറയും, നീ ഒരു കാര്യം ചെയ്യടേ, മുഖം കഴുകി ഒരു കാപ്പി കുടിച്ചിട്ട് പോവാ. അതും കുറച്ച് സമയത്തേക്ക് മാത്രമേ നിർത്തത്തുള്ളൂ. നേരെ മറിച്ച് ഉറക്കത്തിന് പരിഹാരം ഒന്ന് മാത്രം. എന്താണത്? ഉറങ്ങുക. അപ്പം നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കം വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും കാർ മാറ്റിയിട്ട് അതിനകത്തൊരു 15-20 മിനിറ്റ് ഉറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് ഉറക്കം വരാതെ പിന്നെ നിങ്ങൾ മുഖമൊക്കെ ഒന്ന് കഴുകി ഒരു കാപ്പിയെ കുടിച്ചാൽ
തീർച്ചയായിട്ടും വളരെ ഫ്രഷ് ആയിട്ട് വണ്ടി ഓടിച്ചു പോകാനും അപകടങ്ങളിൽ പെടാതിരിക്കാനും സാധിക്കും. ഈ ഞാൻ പറയുന്ന ഞാൻ ഉറക്കം വന്ന് എനിക്ക് അതിഭയങ്കരമായിട്ടുള്ള ഒരു ആക്സിഡന്റ് ഒരു 10-15 വർഷത്തിന് മുമ്പ് ഉണ്ടായ ഒരു വ്യക്തിയും കൂടെ ആണേ. വരുമ്പോഴേ അറിയൂ അതിന്റെ പാട്. 1 വർഷം ഞാൻ അനുഭവിച്ചതാ. അപ്പൊ എന്തായാലും അത് പ്രത്യേകം ഓർത്തിരിക്കുക. നെടുവീർപ്പിട്ടുപോയി ആ കാര്യം ഓർത്ത്. നിങ്ങൾ ആരും നെടുവീർപ്പിടാൻ ഇടയാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോഴേ ഈ പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലക്ഷ്യസ്ഥാനം മാത്രം നോക്കി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരാണ് വാഹന അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരു വിഭാഗം ആൾക്കാര്. അവര് മനസ്സിലാക്കുക, ഇതിന് സ്കാൻ ആൻഡ് പ്ലാൻ എന്നൊരു മെത്തേഡ് ഉപയോഗിക്കണം. ആ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡന്റ് വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. എന്താണ് ആ മെത്തേഡ്? നമ്മുടെ മുന്നിലും പിന്നിലും ചുറ്റുപാടിലും കാണുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രം ഡ്രൈവ് ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കുക. അതാണ് സ്കാൻ ആൻഡ് പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ ശരിയായ അകലം പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്രൈവിംഗിൽ. കാരണം റിയാക്ഷൻ ടൈം എന്നതിൽ വണ്ടി സഞ്ചരിക്കണം. എന്താണത്? ഉദാഹരണം പറഞ്ഞ ഒരു വണ്ടി 80 കിലോമീറ്റർ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വണ്ടി 1 സെക്കൻഡിൽ 22 മീറ്റർ സഞ്ചരിക്കുന്നു. 22 മീറ്റർ സഞ്ചരിക്കുന്ന ഒരു വണ്ടി സെക്കൻഡിൽ. അപ്പൊ നമ്മളൊരു പെട്ടെന്ന് വണ്ടി നിർത്തേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുന്നു. അപ്പൊ നമ്മൾ വണ്ടിക്ക് ബ്രേക്ക് കൊടുക്കുന്നു. വണ്ടിക്ക് ബ്രേക്ക് കൊടുക്കണമെങ്കിലോ അതിനു മുമ്പ് നമ്മളൊരു കാര്യം കാണുന്നു, അതിനൊരു 1/4 സെക്കൻഡ് എടുക്കും കാണാൻ. എന്നിട്ട് ഇത് നമ്മൾ റെറ്റിനയിൽ പതിച്ചു, ആ സിഗ്നലിൽ നമ്മളെ ബ്രെയിനിലെത്തിയിട്ട് ബ്രെയിൻ പറയുന്ന ഒരു സിഗ്നൽ കൊടുക്കുന്നു. കയ്യോ കാലോ ബ്രേക്ക് ചവിട്ടാനോ അല്ലെങ്കിൽ ഗിയർ ചേഞ്ച് ചെയ്യാനോ ഒക്കെ ഒരു സിഗ്നൽ കൊടുക്കുന്നു. ആ സിഗ്നൽ കിട്ടാൻ ഒരു സമയം എടുക്കും. എന്നിട്ട് നമ്മൾ ആക്ട് ചെയ്യാൻ ഒരു സമയം എടുക്കും. എല്ലാം കൂടെ എന്തായാലും 2 സെക്കൻഡ് എടുക്കും. എന്നാൽ മാത്രമേ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 1 സെക്കൻഡ് എടുക്കുമെന്ന് വെച്ചോ. അപ്പൊ ആ 1 സെക്കൻഡ് കൊണ്ട് 22 മീറ്റർ കഴിഞ്ഞു. പിന്നെ ബ്രേക്ക് കൊടുത്താൽ അത് സഡനായിട്ട് നിൽക്കുവോ? ഇല്ല. അത് ചിലപ്പോ 1-2 സെക്കൻഡ് എങ്കിലും എടുക്കത്തില്ലയോ മിനിമം. അങ്ങനെ ആയി പോലും 60-70 മീറ്റർ ഈ വണ്ടി സഞ്ചരിച്ചിരിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കുക, 60-70 മീറ്റർ കൊണ്ട് മാത്രമേ നമുക്ക് ഒരു വിധം ഈ വണ്ടി നിർത്താൻ പറ്റൂ. അപ്പൊ ഈ ഗ്യാപ്പ് എത്ര വേണം? ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് ഗ്യാപ്പ് എങ്കിലും വേണം 80 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ മറ്റൊരു വാഹനമായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വാഹനം സുരക്ഷിതമായി ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിർത്താൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം സാധാരണ റോഡുകളിൽ കൂടെ ഓടിയാണെങ്കിൽ പോലും നമ്മൾ 2 സെക്കൻഡ് സമയം പാലിക്കണം. മഴയത്ത് പോയാണെന്നുണ്ടെങ്കിൽ സാധാരണ റോഡുകളിൽ 3 സെക്കൻഡ് സമയം പാലിക്കണം. അത് തന്നെ ഹൈ റേഞ്ച് റോഡുകളിലും വഴുവഴുപ്പുള്ള റോഡുകളിലുമാണ് വാഹനം നമ്മൾ ഓടിക്കുന്നതെങ്കിൽ മിനിമം 4 സെക്കൻഡ് സമയം പാലിക്കേണ്ടതുണ്ട്. വലിയ വാഹനങ്ങൾക്ക് പുറകെ ആണെന്നുണ്ടെങ്കിൽ അത് മിനിമം 5 സെക്കൻഡ് എങ്കിലും ആവണം. കാരണം ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് വലിയ വാഹനങ്ങളുടെ പുറകെ വണ്ടി ഓടിച്ചു പോകുന്ന ഇത് അറിഞ്ഞുകൂടാത്ത ഡ്രൈവർമാർക്കാണ്. എതിരെ വരുന്ന വാഹനത്തിന് നമ്മുടെ വാഹനത്തിന്റെ മുമ്പിലുള്ള വാഹനം വലുതായിട്ട് കാണാനൊക്കാതിരിക്കുകയും ഈ വാഹനം ഓവർടേക്ക് ചെയ്ത് കയറി നമ്മുടെ വാഹനത്തിൽ ഇടിക്കുകയും ചെയ്യും. അത് വലിയ ആക്സിഡന്റ് ആയിരിക്കും. കാരണം ഓവർടേക്ക് ചെയ്ത് വരുന്ന വാഹനത്തിന്റെ സ്പീഡ് വളരെയധികം കൂടുതലായിരിക്കും. അതിനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ആക്സിഡന്റും വളരെ വലുതായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ 1 സെക്കൻഡ് എങ്ങനെ മനസ്സിലാക്കും? നമുക്ക് ഉടനെ വാച്ച് എടുത്ത് നോക്കാൻ പറ്റുമോ? എത്ര സെക്കൻഡായി എന്ന് നോക്കാൻ പറ്റുമോ? വാഹനം ഓടിച്ചോണ്ടിരിക്കുന്ന പറ്റത്തില്ല. അതിനൊരു ടെക്നിക്ക് ഉണ്ട്. 1000 എന്ന് മനസ്സിൽ പറയുക, അത് 1 സെക്കൻഡ്. 2000 എന്ന് പറയുമ്പോൾ 2 സെക്കൻഡായി. അപ്പൊ നമ്മുടെ മുമ്പേ പോകുന്ന വാഹനം ഇപ്പൊ ഒരു പോസ്റ്റിന്റെ അടുത്ത് എത്തിയെങ്കിൽ നമ്മൾ പുറകെ പോകുന്നു. നമ്മൾ 1000 2000 എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാഹനം നേരത്തെ നിന്ന സ്ഥലത്ത് നമ്മൾ എത്തിയാന്ന്, ആ പോസ്റ്റിന്റെ അടുത്ത് നമ്മൾ എത്തിയാങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് 2 സെക്കൻഡ്സ് ഗ്യാപ്പാണുള്ളത്. അത് സാഹചര്യം അനുസരിച്ച് 2, 3, 4, 5, 6 അങ്ങനെ ആക്കി എടുക്കാം. അതിന് 1000, 2000, 3000, 4000 എന്ന് പറഞ്ഞാൽ മതി. അത് നമുക്ക് ആ
സമയം നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ്, അതിന്റെ സ്പീഡ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. മഴ, മഞ്ഞ്, രാത്രി കാലങ്ങള്, റോഡ് പണി നടക്കുന്നിടത്ത്, ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സമയം എല്ലാം ഇരട്ടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വളവുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വരുന്ന അതേ സ്പീഡിൽ ഒരിക്കലും വളവുകളിൽ വണ്ടി ഓടിക്കാതിരിക്കുക. വളവുകളിൽ അതേ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് നമ്മുടെ വാഹനത്തെ, നമ്മൾ ഏത് ഭാഗത്തേക്കാണോ, വലതോടാണെങ്കിൽ ഇടത്തോട്ട് മറിയാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. അതല്ല നമ്മൾ ഇടത്തോട്ടാണ് തിരിയുന്നതെങ്കിൽ വലതോട്ട് മറിയാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. അതിന്റെ പ്രധാന ആളെന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് വളവുകളിൽ പരമാവധി വേഗത കുറച്ച്, ഇറക്കമായാലും ഏറ്റമായാലും പരമാവധി വേഗത കുറച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. ആത്യന്തികമായി പറയാനുള്ളത്, ഡ്രൈവർമാര് നല്ല കഴിവുള്ളവരാണ്. കഴിവുള്ളവർക്കാണ് വണ്ടി നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്നത്. പക്ഷെ വണ്ടി നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റണമെങ്കിൽ എല്ലാ മത്സരങ്ങളെയും പോലല്ല വണ്ടിയുടെ മത്സരം. എല്ലാ മത്സരങ്ങളിലും ജയിക്കുന്നതിന് ട്രോഫി ആണെങ്കിൽ, ഡ്രൈവിംഗിൽ ആരാണോ മറ്റു ഡ്രൈവർമാരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത് അവനാണ് ട്രോഫി. അവനാണ് അപകടങ്ങൾ ഒഴിവാക്കി ഓടിക്കാൻ മിടുക്കനായ ഏറ്റവും നല്ല ഡ്രൈവർ. 2-3 വർഷത്തിന് മുമ്പ് ഞാനും എൻ്റെ ഫാമിലി മെമ്പേഴ്സും എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി എന്നെക്കാൾ ഒരു 10-14 വയസ്സിന് മൂത്തതാ, പുള്ളിയുടെ വൈഫും, ഞങ്ങൾ 4-5 പേര് വാൽപ്പാറയിലേക്ക് യാത്ര നടത്തി. പുള്ളിയായിരുന്നു എന്റെ സെലക്ഷൻ. ആ സ്ഥലം ഞാൻ ആദ്യമായിട്ട് വാൽപ്പാറ എന്ന് കേൾക്കുന്നതന്നെ. അപ്പൊ ഞങ്ങള് ഇതുപോലുള്ള ഇതിലെ സ്ഥലങ്ങളെല്ലാം പോയി. അങ്ങോട്ട് പോയ സമയത്ത് അതിരപ്പള്ളിയിൽ നമ്മൾ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് വാൽപ്പാറയിൽ പോകുന്നു. 1-2 ദിവസം അവിടെ എല്ലാം കാണുന്നു. എന്നിട്ട് ഒരു ദിവസം രാവിലെ അവിടെ തിരിക്കുന്നു. 14 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചില്, ആഹാരം കഴിക്കുന്ന സമയം ഒഴിച്ച ബാക്കി ഒറ്റ സ്ട്രെച്ചില് ഡ്രൈവ് ചെയ്ത് നമ്മള് തിരിച്ച് നമ്മളെ വീട്ടിലെത്തുന്നു, എൻ്റെ വീട്ടില്. അപ്പോഴ് എൻ്റെ ഈ ഫ്രണ്ടിന്റെ വൈഫ് എൻ്റെ വൈഫിനോട് പറഞ്ഞതാ, ഒരില പോലും അനങ്ങാതെ ഇനി കൊണ്ടുവന്നാക്കിയില്ലയോ നമ്മളെ ഡ്രൈവർ. അതാരായിരുന്നു? ഞാനായിരുന്നു. അപ്പൊ അത്രയും സുരക്ഷിതമായിട്ട് പോയി വരാൻ വളരെയധികം ശ്രദ്ധാപൂർവം വണ്ടി ഓടിച്ച ഞാനാണ്. ആദ്യമായിട്ടാണ് വാൾപ്പാറയെന്ന് കേൾക്കുന്നത് പോലും. അത്രയും സുരക്ഷിതമായിട്ട് വണ്ടി ഓടിച്ച്, മാത്രമല്ല അദ്ദേഹത്തിന്റെ വണ്ടിയാണ് ഞാൻ ഓടിച്ചത്, എന്റെ വണ്ടിയും അല്ല. അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോ ഒരു ഇല പോലും അനങ്ങാതെ കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ഡ്രൈവിങ് തീർച്ചയായും അത്രമാത്രം ശ്രദ്ധിച്ചായിരുന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിക്കൊണ്ടല്ലേ അത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഞാൻ അർഹനാണെന്ന് ഞാൻ കരുതുകയും ചെയ്യും.